അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തുകൊണ്ട് വിശേഷം? നമ്മളിന്ന് പോകുന്നത് ക്യാമൽ മാർക്കറ്റിലോട്ട്. അലൈനിലെ ക്യാമൽ മാർക്കറ്റ് ഇച്ചിരി ഉള്ളിലോട്ടാണ്. ആൾക്കാരധികം ഇല്ലാത്ത ടൗണിൽ നിന്ന് മാറി 10 കിലോമീറ്റർ അകത്തോട്ട് ചെന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ്. സെയ്ദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ്, അങ്ങനെയാണ് ആ സ്ഥലം. നമ്മൾ ഒമാൻ ബോർഡറായിട്ട് വരുന്ന കുറച്ച് ദൂരം പോകണം. ഒമാൻ ബോർഡറായിട്ട് വരുന്ന അടുത്തായിട്ടാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് മല ഒക്കെയുള്ള മലയുടെ ഇടയിലൂടെയുള്ള റോഡുകളൊക്കെ ആയിരുന്നു. ഭവാദി മാളിനടുത്തായിട്ടാണ് ഈ സൂക്ക് സ്ഥിതി ചെയ്യുന്നത്. സൂക്കിൻ്റെ അകത്ത് ഈ ആനിമൽസ് മാത്രമല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ ഈ ആനിമൽസിന് വേണ്ട പുല്ല് വരെ അവർ സെയിൽ ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും വിളിക്കുകയാണ് അവിടെ മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ആനിമൽസിനെ വാങ്ങിക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട്. ഇതിൽ ക്യാമൽ മാർക്കറ്റ് എന്ന പേരാണെങ്കിലും ക്യാമൽ മാത്രമല്ല, ആട്, പശു എല്ലാം ഉണ്ട്. അല്ല, ഒട്ടകങ്ങൾ തന്നെ പല സൈസിലുള്ള ഒട്ടകങ്ങളാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടകങ്ങളുണ്ടല്ലോ എന്ന് ഓർക്കണത്. ഒട്ടകങ്ങൾ അത് ഓരോ ഗ്രില്ലിൽ അടച്ചിട്ട് ഓരോ ആൾക്കാർ അവരുടെ ഒട്ടകങ്ങളെ അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മളെങ്ങനെ വിളിക്കും. ഈ ഒട്ടകങ്ങൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. അവനും ഭയങ്കര ഇഷ്ടപ്പെട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെന്ന് വെച്ചാൽ അതിനെ നിറച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. അതിന് ആവശ്യമായിട്ടുള്ള ഫുഡും വെള്ളവും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ വേറെ ഒരാൾക്കാരുണ്ട്. അതിനെല്ലാം ഓരോ ആൾക്കാരെ അവർ വെച്ചിട്ടുമുണ്ട്. അങ്ങനെ നല്ല നീറ്റായിട്ടുള്ള സൂക്കുമാണ്. അതുകൊണ്ട് ആൾക്കാർ വന്നിട്ട് അതിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. വളർത്താനുമാണ്, പിന്നെ അതിനെ കണ്ടിക്കാനുമായിരിക്കും. പിന്നെന്താ ഉണ്ടോ, ഒരുപാട് അത് ചെറിയ ഒട്ടകങ്ങളുണ്ട്, വലിയ ഒട്ടകങ്ങളുണ്ട്, അതിൽ വലിയ ഒട്ടകങ്ങളുണ്ട്. അങ്ങനെ പല സൈസിലെ ഒട്ടകങ്ങളും പല ഇനങ്ങളായിട്ടുള്ള ഒട്ടകങ്ങളും അതിന് വേണ്ട പുല്ലുകൾ എല്ലാം അവിടെ സ്റ്റോറേജ്. അവിടെ അതും അവരുടെ ഷോപ്പാണ്, എന്താ പുല്ല് കട. പാത്രങ്ങളൊക്കെ, അതിന് വേണ്ട വെള്ളം, ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ, അവിടെ വൃത്തിയാക്കുന്ന അതിനെ വൃത്തിയാക്കുന്നതും അതിൻ്റെ സ്ഥലം വൃത്തിയാക്കുന്നതും അതിൻ്റെ സാധനങ്ങളെല്ലാം വിൽക്കാനുള്ള പല, എന്ന് വെച്ചാൽ ആ ഈ അറബിക് കൾച്ചറിൻ്റെ അന്നേ ഉള്ള സാധനങ്ങളെല്ലാം ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് കാര്യം. എന്ന് വെച്ചാൽ എൻ്റെ പശു നമ്മുടെ സാധാ നാടൻ പശുക്കൾ തൊട്ട് എല്ലാ ഇനങ്ങളിലുള്ള പശുക്കളും ഉണ്ട്. പശു എന്നാലും കുറവാണ്. ആടും ഒട്ടകവുമാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത്. പല ഇനങ്ങളിലെ പശുക്കളും, കാള, പോത്ത് പക്ഷേ ഇല്ലായിരുന്നു. ഞാൻ കണ്ടില്ല പോത്തിനെ. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ പശുക്കളുടെ കാലിയായിട്ട് കിടക്കുക. പിന്നെ ആടുകൾ കുറേ ഉണ്ട്. ആടുകൾ തന്നെ പല ചെമ്മരിയാടും അങ്ങനത്തെ ആടുകൾ, പിന്നെ ചെമ്മരിയാടിൻ്റെ മറ്റേ രോമമുള്ളതും അത് റിമൂവ് ചെയ്ത ആടുകളും ഒക്കെ ഉണ്ട് അവിടെ നിൽപ്പുണ്ട്. ഈ പാകിസ്ഥാനികളെല്ലാവരും ഹായും മോനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര അതാണ്. അവനും തിരിച്ച് അവരോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന മെയിൻ രോമങ്ങൾ. പക്ഷേ അതിനെ കുളിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയുള്ള ആടുകളുണ്ട്, കുട്ടി ആടുകളുണ്ട്. എല്ലാവരും അങ്ങനെ നിർത്തിയേക്കുവാണ് സെയിലിന് വേണ്ടിയെല്ലാം. പിന്നെ ഈ അറബിക് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അറബി വീടുകളിൽ മിക്കയിടത്തും ഒത്തിരി ഫാമിലീസായിട്ട് തന്നെ അവിടെ തന്നെ പാർക്കുകൾ സെറ്റ് ചെയ്യാറുണ്ട് അവർ. ഗാർഡനിലൊക്കെ മിക്ക വീടുകളിലും ഗാർഡനിൽ പാർക്ക് സെറ്റ് ചെയ്യാറുണ്ട്. അവിടത്തേക്ക് വേണ്ട സാധനങ്ങളും പിന്നെ ഈ കഫ്തീരിയ
അങ്ങനെയൊക്കെയുള്ള അടുത്ത് ഇൻറ്റീരിയറിൽ ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ ആയിരിക്കാം ഇവിടെ ഒത്തിരിയും സെയിലിന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഏതായാലും അവിടെ നല്ല നീറ്റായിട്ട് സംഭവം വെച്ചേക്കുന്നത് തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ കണ്ട് വന്നപ്പോഴത്തേക്കും ഇത് ഫുൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ.